നാളെയാണ് മകരവിളക്ക്. ഉത്സവത്തിനായി പൂർണ്ണമായും ശബരിമല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് നീങ്ങുകയാണ്. നാളെ വൈകുന്നേരം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. വൈകിട്ട് 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആയിരക്കണക്കിന് ഭക്തർ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. മകരജ്യോതി ദർശനത്തിനായി തലേന്ന് തന്നെ വിവിധയിടങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭക്തരെല്ലാം. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഗുഡ് ഈവനിംഗ് സുജയ. മകരജ്യോതി ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. പന്തളത്ത് നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് 2ാം ദിനം കടന്നു പോവുകയാണ്. ഇപ്പോൾ പെരുന്നാട്ടിൽ നിന്നും ലാഹയിലേക്ക് ഈ ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ലാഹ സത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. നാളെ പുലർച്ചെ 2:30 തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ ദേവസ്വം ബോർഡും ഭാരവാഹികളും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളും എല്ലാം ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. 6:15 സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ തന്ത്രി, മേൽശാന്തി എന്നിവർ ചേർന്ന് തിരുവാഭരണത്തെ സ്വീകരിക്കും. അതിനുശേഷം ശ്രീകോവിലേക്ക് തിരുവാഭരണങ്ങൾ എത്തിക്കും. 6:30 തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. പിന്നീട് പൊന്നമ്പലമേട്ടിൽ മകര ജ്യോതി തെളിയും. ജനലക്ഷങ്ങൾ ഭക്തർ കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം അതാണ്. ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. പർണശാലയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഭക്തി സാന്ദ്രമാണ് സന്നിധാനം എന്ന് തന്നെ പറയാം. നാളെ 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിയാലും സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോലീസിന്റെയും ഒപ്പം തന്നെ വനം വകുപ്പിന്റെയും RIFന്റെയും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നാളെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ പരമാവധി ദർശനത്തിന് എത്തുന്നത് ഒഴിവാക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മുതൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് KSRTC വിടില്ല എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. 12 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 5:30 വരെ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല. പ്രായമായവരും കുട്ടികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നത് ഒഴിവാക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി സന്നിധാനത്ത് മകരവിളക്ക് ദർശിക്കുന്നതിനായി ഇപ്പോഴെത്തുന്ന ഈ ഭക്തരിൽ കുറച്ചുപേർ മാത്രമേ മലയിറങ്ങി പോവുകയുള്ളൂ. ബാക്കിയുള്ളവർ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കില്ലേ മടങ്ങുക? അതേ സുജി, അതാണ് പോലീസും ഒപ്പം തന്നെ വനംവകുപ്പും ഒക്കെ അക്കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. കാരണം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം ഇത്രയും ഭക്തർ ഒരുമിച്ച് മലയിറങ്ങുന്ന ഒരു സാഹചര്യം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ദേവസ്വം ബോർഡിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ ചെല്ലാൻ പോകുന്നത്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഭക്തരെ മലയിറങ്ങാൻ അനുവദിക്കുക. അത് ഇപ്പോൾ സന്നിധാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പത്തനംതിട്ട കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം മകരജ്യോതിക്ക് ശേഷം പുല്ലുമേട് നിന്ന് സന്നിധാനത്തേക്ക് പോകാനുള്ള അനുമതി ഉണ്ടാകില്ല എന്നുള്ളതാണ്. പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശിക്കുന്നവർ അവിടെ നിന്ന് തിരിച്ച് സത്രത്തിലേക്കാണ് മടങ്ങേണ്ടത്. സന്നിധാനത്ത് ഇപ്പോഴും വലിയ ഭക്തജന തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നാളെ യാത്ര ചെയ്യാം. മകരജ്യോതി കണ്ട ശേഷം സന്നിധാനത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. മകരവിളക്ക് ദർശിക്കുന്നതിനായി പാണ്ടിത്താവളം അതുപോലെയുള്ള മറ്റ് വ്യൂ പോയിന്റുകളിലുമൊക്കെ നിരവധി അയ്യപ്പ ഭക്തർ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. അവർക്കായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അന്നദാന വിതരണവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാണ്ടിത്താവളത്തിൽ 2 താൽക്കാലിക അന്നദാന മണ്ഡപങ്ങൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് സ്വന്തമായി അടുപ്പ് കൂട്ടരുത് എന്ന കർശന നിർദ്ദേശമുണ്ട്. ഊഴം കാത്തു നിൽക്കുന്ന ഭക്തരെ നമുക്ക് കാണാം. വലിയ തിരക്കാണ്. മകരവിളക്കിനേക്കാൾ തലേ ദിവസം സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ ഒരു നീണ്ട നിര നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ്. ഇത്തവണയും ആ പതിവിന് മാറ്റമില്ല, അല്ലേ പ്രവീൺ? അതേ സുജയ, സാധാരണഗതിയിൽ മകരജ്യോതി ദർശനത്തിന് 3 ദിവസം മുമ്പ് തന്നെ സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇക്കുറി പക്ഷേ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതായത് 12-ാം തീയതി 60,000 പേർക്ക് ദർശനം, 13-ാം തീയതി 50,000, നാളെ അത് 40,000. വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത്ര മാത്രമേ തീർത്ഥാടകരെ അനുവദിക്കുന്നുള്ളൂ. അതായത് പരമാവധി തിരക്ക് നിയന്ത്രിക്കുക, എല്ലാം കൺട്രോളിൽ തന്നെ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ 3 ദിവസങ്ങളിൽ. തീർച്ചയായും നാളെ രാവിലെയോടെ സന്നിധാനം നിറഞ്ഞു കവിയുന്ന, ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി സന്നിധാനം നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇത്തവണ നിയന്ത്രണങ്ങൾ വച്ചിട്ടുണ്ട് എങ്കിലും താൽക്കാലിക ബുക്കിംഗ് വഴിയൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്നിധാനത്തു നിന്നുള്ള വിവിധ ആംഗിളുകളിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. തിരുവാഭരണ ഘോഷയാത്ര വരുന്നതാണ് താഴെ കാണുന്നത്. സന്നിധാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് നാളെ വൈകുന്നേരം അടുക്കുമ്പോൾ തന്നെ
പൊന്നമ്പലമേട് കാണാനാകുന്ന സ്ഥലങ്ങളിലെല്ലാം ഭക്തർ തിങ്ങി നിറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാളത്തെ മകരജ്യോതി ദർശനത്തിനായി പൂർണ്ണമായും തയ്യാറാവുകയാണ് ശബരിമല. നമുക്ക് പ്രവീൺ പുരുഷോത്തമനാണ് തത്സമയ വിവരങ്ങളൊപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ സന്നിധാനത്ത് നിന്ന് സമഗ്രമായ കവറേജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.